CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ പുത്തലത്ത് ദിനേശൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ്. സാധാരണഗതിയിൽ AKG സെൻറ്റർ കേന്ദ്രീകരിച്ചുള്ള സംഘടനാ പ്രവർത്തനം, അതിൻ്റെ ഒരു കോർഡിനേഷനൊക്കെ ആയിരുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടി ഏൽപ്പിക്കുന്നൊരു വലിയ ചുമതല തന്നെയാണ്. ആ ചുമതല എൻ്റെ കഴിവിനെ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് അത് അക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ മധുരയിലെ സമ്മേളനം? മധുര സമ്മേളനം നല്ല സമ്മേളനമായിരുന്നു. പുതിയ കാലം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് അജണ്ടകൾ പുതിയ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അതുപോലെ തന്നെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നതിന് സാധിക്കുക എന്നുള്ള കാര്യമാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വികസിപ്പിക്കേണ്ടതുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതുപോലെ BJPക്കെതിരായിട്ടുള്ള വിശാലമായ ഐക്യത്തിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറി വന്നിരിക്കുന്നു, മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ് ബേബി, നമുക്ക് എല്ലാവർക്കും പരിചിതനാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊരു മുതൽക്കൂട്ടാകുന്നത് സംസ്ഥാനത്തെ, കേരളത്തിലെ പാർട്ടി? ഇത് രാജ്യത്തിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ആളെ എന്നുള്ള നിലയിലാണ് ജനറൽ സെക്രട്ടറി വരുന്നത്. അത് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ തലത്തിൽ വിവിധ ഘട്ടത്തിൽ രീതികളിൽ പ്രവർത്തിച്ച് അഖിലേന്ത്യാ തലത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പരിധിക്കകത്തുനിന്നതിനെ കാണേണ്ട കാര്യമില്ല.